ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർട്ട് 2 നമുക്ക് ഏതായാലും അതെന്താ പേജ് അങ്ങ് പോയല്ലോ, ഇത് തന്നെ എടുപ്പ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഏതോ നിങ്ങളെ കൊല്ലത്ത് ഏതോ ഒരു 2019 ഈ ക്വസ്റ്റ്യൻ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, വിച്ച് ഇസ് ദ റിക്വയർഡ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, sec² tan y ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇപ്പം എന്നും മര്യാദക്ക് വർക്കാകുന്നില്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. sec² x tan y dx പ്ലസ് sec² y tan x dy = 0. ഓക്കെ, ഇവിടെ എന്തല്ലോ പെറുക്കി കഷ്ണം പോലെ ഉള്ളത്. ഇവിടെ ഡി എക്സ് എവിടെയോ കണ്ടെത്തില്ല ഉള്ളത്, ഡി വൈ വേറെ എവിടെയോ ഇല്ലത്. ഇതെല്ലാം നമ്മളിനി അറേഞ്ച് ചെയ്ത് ഡി വൈ ബി ഡി എക്സ് ഫോർമാറ്റിലാക്കണം. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ നമുക്ക് തോന്നുന്നത് എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ സെപ്പറേറ്റിംഗ് ദ വേരിയബിൾസ് വി ഗെറ്റ്. അതായത് ഈ sec², അതായത് ഈ സാധനത്തിന് നേരെ അപ്പുറത്തേക്ക് പറഞ്ഞു. അപ്പോൾ എന്താ, ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് sec² y tan x dy. sec² x tan y dx ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ഈ എക്സിന് ഇട്ടാം. അതായത് ഇവിടെ tan x, ഇവിടെ എക്സ് ആയാലും ഇവിടെ എക്സ് ആയാലും. അപ്പോൾ ഇത് നമ്മൾ എക്സിന് ഇടാൻ വേണ്ടി ഇതിനെ നേരെ ഇത് മൾട്ടിപ്ലിക്കേഷനിലുണ്ട്, ഇതിനെ നേരെ ഡിവിഷനിലേക്ക് പറഞ്ഞേച്ച്. അപ്പോൾ sec² x / tan x പിന്നെ ഒരു ഡി എക്സ് ഉണ്ട്. പിന്നെ tan y നേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞത്, അതിൻ്റെ ഡിവിഷനിലേക്ക് പറഞ്ഞേച്ച്. ഈക്വൽ ടു മൈനസ് എടുപ്പോയി മൈനസ് ഇടണല്ലോ. ഓക്കെ, മൈനസ് sec² y ഇൻറ്റു ഈ പറഞ്ഞ / tan y dy. ഓക്കെ, ഇനി എന്ത് ചെയ്ത് ഇതാണ് നമ്മൾ ആക്ച്വലി ഏതെന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മൾ പഠിക്കുന്ന 3 ഫോം ഉണ്ട്, ഹൗ ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ ഒന്നാമത്തെ ഫോമിനെ പറയുന്ന പേരാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. അതേപോലെ സെക്കൻഡിനെ പറയുന്ന പേരാണ് ഹോമോജീനസ് ഫോം. തേർഡ് പറയുന്ന പേരാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 3 ഫോമിലാണ് ഉണ്ടാവുക. ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നത് വേരിയബിൾ സെപ്പറബിളാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഹോമോജീനസ് കുറച്ചും കൂടി കഷ്ടമുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷനും അത്ര കുഴപ്പമില്ല. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത്ര കുഴപ്പമില്ല. ഹോമോജീനസ് കുറച്ച് സംഭവം പണിയുണ്ട്, കുറച്ച് കഷ്ടമുണ്ട് ചെയ്യാൻ. ഇത് രണ്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ഇത് പക്ഷേ കുറച്ച് കഷ്ടം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വളരെ എളുപ്പത്തിലുള്ള വേരിയബിൾ സെപ്പറബിൾ. ഇനി എന്ത് ചെയ്യുക, രണ്ട് സൈഡിൽ നമ്മൾ ഇൻ്റഗ്രൽ എടുക്കുക. ഇൻ്റഗ്രൽ കാരണം ഇത് ഡി എക്സ് ആണ്, ഇത് ഡി വൈ. അപ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ്, അതായത് വൈൻ്റെ ടേംസിൽ ഒരു സൈഡിൽ എക്സിൻ്റെ ടേംസിൽ വേറെ സൈഡിൽ എന്ന രീതിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേരിയബിൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന പേര് വന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ sec² x / tan x dx = മൈനസ് ഇൻ്റഗ്രൽ sec² y tan y dy. ഓക്കെ, ഇനി ഇത് ചെയ്യേണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ അറിയണമല്ലോ. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. മറന്നുകളാ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, അങ്ങനെയൊന്നും നടക്കുന്നില്ല. അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് അത് പഠിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ വെള്ളത്തിലായിപ്പോന്നില്ല. മനസ്സിലായല്ലോ. ഇവിടെ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി, പക്ഷേ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഇൻ്റഗ്രേഷൻ അറിയില്ല, ഇത് ചെയ്യാനും പറ്റില്ല. അത്രയല്ലോ എൻ്റെ സ്റ്റോറി. നിങ്ങൾക്ക് അതിൻ്റെ മാർക്കൊന്നും കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യുക, tan x നമുക്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതല്ലേ ഞാൻ പൊതുവെ ടി ആ കൊടുക്കല്ലോ, പക്ഷേ ഇവർ ഇവിടെ യു എടുത്തുകൊണ്ട് നമ്മൾ യു എടുത്ത്. tan x ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് sec² x = ഇതിൻ്റെ ഡെറിവേറ്റീവ് du/dx. ഈ sec² x പിന്നെ dx ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ sec² x dx. ഇതാണല്ലോ ഇവിടെ ഇല്ലത്. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, du ആയിട്ട് എടുക്കാം. ഡിവൈഡഡ് tan x അല്ല, അപ്പോൾ എന്താ നമുക്കതിനെ യു ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, dx ഇവിടെ വെച്ചുകൊണ്ട് ഈ sec² x താഴെ പറഞ്ഞേക്കാം. അപ്പോൾ du/sec² x. അതേപോലെ നമുക്ക് ഇതിനെയോ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. tan y v എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ tan y ഡെറിവേറ്റീവ് sec² y = ഈ v ഡെറിവേറ്റീവ് dv/dy. അപ്പോൾ dy ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ dv/sec² y. അപ്പോൾ നമുക്കെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ sec² x / tan x ന്യൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ യു ഇൻറ്റു ഈ ഡി എക്സിന് പകരം du/sec² x. അപ്പോൾ ഇങ്ങനെ കട്ടായി = മൈനസ് ഇൻ്റഗ്രൽ sec² y ഈ tan y പകരം നമ്മൾ v എന്ന് പറഞ്ഞിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അപ്പോൾ v ഇൻറ്റു ഡി എക്സിന് പകരം എന്താ dv/sec² y. അപ്പോൾ ഈ sec² y sec² y ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്തല്ല ബാക്കിയുള്ളത്, ഇൻ്റഗ്രൽ du/u ബാക്കിയുണ്ട്. ഒരു മൈനസ് ഇവിടെ ഉണ്ട്. ഇൻ്റഗ്രൽ dv/v. ഇതിന് സിമ്പിളായിട്ട് ലോഗിൻ്റെ ഇതിൽ വരുമല്ലോ. ഇൻ്റഗ്രൽ du/u എന്ന് പറയുമ്പോൾ log u മോഡ് ഇടണം. കാരണം എന്താ, നമ്മുടെ ലോഗ് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല. മൈനസ് ലോഗ് ഇവിടെ എന്താ ഇൻ്റഗ്രൽ dv/v എന്ന് പറയുമ്പോൾ മൈനസ് ലോഗ് v. ആക്ച്വലി ഇവിടുന്ന് വരുന്ന മൈനസാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എല്ലാം മൈനസ് ആയിരുന്നു. ഇവിടെ ഓൾറെഡി പുറത്തൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇവിടെ നിങ്ങൾ കാണുന്നത്. പിന്നെ എന്തുണ്ട്, നമുക്ക് +c എന്ന് എഴുതിയാൽ മതിയായിരുന്നു, പക്ഷേ ലോഗിനെല്ലാം ടേംസ് ഉണ്ട്, നമുക്ക് +log c എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ യുവിന് പകരം ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. യു tan x എടുത്ത്, അപ്പോൾ log of tan x = മൈനസ് log vന് പകരം tan y സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ മൈനസ് log tan y +log c. എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ മൈനസ് log tan y ഇപ്പുറത്തേക്ക് പറഞ്ഞേച്ചേക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ അവിടെ സ്റ്റെപ്പ് അവിടെ മുക്കിയിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. log tan x മൈനസ് log tan y ഇപ്പുറത്തേക്ക് വരുമ്പോൾ +log tan y. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേത് ഫോർമുല, ഇത് log a +log b = നമ്മൾ കുറേ ഈ ഫോർമുല റിവൈസ് ചെയ്യുന്നത് വീണ്ടും ചെയ്യാം. നമുക്ക് log of എന്താ ab, പ്രൊഡക്റ്റ് റൂള്. ഓക്കെ,
അപ്പോൾ എന്താ ഇവിടെ അപ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ, അപ്പോൾ ലോഗ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്തുണ്ട് ഇവിടെ ലോഗ് സി ആണ്. ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇത് ലോഗ് കട്ട് കാരണം രണ്ട് സൈഡിൽ സിമിലർ ആയിട്ട് ലോഗ് ഉണ്ട്, അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ ഓർ വൈ എന്ന് എഴുതാൻ കിട്ടും അല്ലേ. അപ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ സിക്കൽ യെസ് ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ കുറച്ച് പിന്നെ എന്താണ് ഓരോ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇത്ര സമയം എടുത്ത്, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇത്ര സമയം വേണ്ട, 2 മിനിറ്റ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീരും. അത്ര എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എന്ത് ചെയ്ത് മര്യാദയ്ക്ക് നിങ്ങൾ പഠിച്ചു വെക്കുമെന്നുള്ളതാണ്.